നമ്മുടെ ഇന്നത്തെ മോഡേൺ ലൈഫിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു മെറ്റലുണ്ട്. എയർക്രാഫ്റ്റിന് വേണ്ട സ്ട്രെങ്ത്തും ഇലക്ട്രിക് കാറിന് വേണ്ട ലൈറ്റ്നസ്സും നൽകുന്ന ഒരു മെറ്റലാണത്. ഈ മെറ്റലിന്റെ സാന്നിധ്യം മൊബൈൽ ഫോൺ മുതൽ പവർ ലൈൻ വരെ എല്ലായിടത്തുമുണ്ട്. അലുമിനിയമാണ് ഈ മെറ്റൽ. ഒഡീഷയിലെ ചുവന്ന ബോക്സൈറ്റ് ഹില്ലിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര റിഫൈനറികളിലൂടെ കടന്ന് അലുമിനിയം ആക്കി മാറ്റുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുണ്ട്. ഏകദേശം 17,000 കോടി ടേൺ ഓവറുള്ള ഈ PSU കമ്പനി പവർ കോൾ സെക്ടറിലെ കമ്പനികളെ പോലെ വലുതല്ലെങ്കിലും അലുമിനിയം സെക്ടറിൽ അതിൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. കമ്മോഡിറ്റി സൈക്കിളിലെ ഉയർച്ച താഴ്ചകൾ കടന്നാണ് ഈ കമ്പനി ഗ്ലോബൽ റെക്കഗ്നിഷൻ നേടിയത്. ഇലക്ട്രിക് മൊബിലിറ്റിയും റിന്യൂവബിൾ എനർജിയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ കമ്പനിയുടെ പാസ്റ്റും ഫ്യൂച്ചറും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഞാൻ CS എബി ജോസ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കമ്പനി നാൽക്കോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ്. അല്പം ചരിത്രം. 1981 ഇന്ത്യ അലുമിനിയം പ്രൊഡക്ഷനിൽ സ്വയം പര്യാപ്തമാവുക എന്ന സ്വപ്നത്തിന് കല്ലിട്ടത്. 1987 മൈനിങ് മുതൽ സ്മെൽറ്റിംഗ് വരെ മുഴുവൻ പ്രൊഡക്ഷൻ ചെയിനും കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ അപൂർവം കമ്പനികളിലൊന്നായി നാൽക്കോ മാറി. ഇന്ന് 20-ലേറെ രാജ്യങ്ങളിലേക്ക് അലുമിനിയം എക്സ്പോർട്ട് ചെയ്യുന്ന നാൽക്കോ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ ഒന്നാണ്. ഈ നവരത്ന PSU ഇന്ന് ഭാരതത്തിൻ്റെ അഭിമാനമാണ്. സെയിൽസ് ഹിസ്റ്ററി. അലുമിനിയം പ്രൈസ് ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് വ്യത്യാസം വരും. 2024 പൊതുവെ വില കുറവായിരുന്നു. അത് നാൽക്കോയുടെ സെയിൽസിനെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ 2025 മികച്ച പ്രകടനമാണ് നാൽക്കോ കാഴ്ചവെച്ചത്. 16,788 കോടിയായിരുന്നു 2024-25 ടേൺ ഓവർ. നെറ്റ് പ്രോഫിറ്റ് 2023-ലും 24-ലും 2022 അപേക്ഷിച്ച് കുറവായിരുന്നെങ്കിലും 2025 ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. 5,268 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റ്. 2023 കോൾ പ്രൈസിൽ ഉണ്ടായ വർധനവാണ് കോസ്റ്റ് കൂടുന്നതിന് കാരണമായത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. OPM-ൽ ഉണ്ടായ വർധന 2025 പെർഫോമൻസിൻ്റെ ഹൈലൈറ്റ്. OPM 45%. അലുമിനിയത്തിൻ്റെ പ്രൈസ് കൂടിയതും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൂടിയതും OPM മാർജിൻ കൂടുന്നതിന് ഇടയാക്കി. ബോക്സൈറ്റ് എക്സ്കവേഷനും കഴിഞ്ഞ വർഷം റെക്കോർഡായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ മൈനിങ് മുതൽ സ്മെൽറ്റിംഗ് വരെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ചെലവ് ചുരുക്കാൻ കമ്പനിക്ക് സാധിച്ചു. DII-FII ഹോൾഡിംഗ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് കഴിഞ്ഞ 3 വർഷത്തിൽ ഏകദേശം ഇരട്ടിയായി. എന്നാൽ FII ഹോൾഡിംഗ് 3% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കമ്പൈൻഡ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ മാർച്ച് 2022 26.79% നിന്നും ജൂൺ 2025 30.82% എത്തി നിൽക്കുന്നു. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ROCE-യും ROE-യും സ്വാഭാവികമായും പ്രോഫിറ്റിൻ്റെ ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. രണ്ടും 2025 മികച്ച നിലയിലാണ്. ക്യാഷ് ഫ്ലോ. നെറ്റ് പ്രോഫിറ്റ് മുഴുവനായും ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വളരെ എഫിഷ്യൻ്റ് ആണ്. ഡെറ്റേഴ്സിനും സ്റ്റോക്കിലും സെയിൽസിന് ആനുപാതികമായ വർധനവ് മാത്രമേ കാണുന്നുള്ളൂ. ഡെറ്റ്. അതുപോലെ തന്നെ നാൽക്കോ ഒരു നോ ഡെറ്റ് കമ്പനിയാണെന്ന് പറയാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.01 മാത്രമാണ്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ. നാൽക്കോയുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ 6.7 ആണ്. ലാസ്റ്റ് 1 ഇയർ ആവറേജ് PE 8.8 ആണ്. കഴിഞ്ഞ ഒരു വർഷത്തെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കണക്കിലെടുക്കുമ്പോൾ നാൽക്കോയുടെ വാല്യുവേഷൻ നല്ലതാണ്. സെയിൽസ് മിക്സ്. ടോട്ടൽ സെയിൽസിൻ്റെ 67% ഇന്ത്യയിലാണ്. എക്സ്പോർട്ട് 33%. സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഗൾഫ്, ചൈന, USA മുതലായ പ്രദേശങ്ങളിലേക്കാണ് എക്സ്പോർട്ട്. US താരിഫ് നാൽക്കോയെ കാര്യമായി ബാധിക്കില്ലെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ US എക്സ്പോർട്ട് ഫിഗർ ലഭ്യമല്ല. ഡിസ്ക്ലെയിമർ. ഈ വീഡിയോ പഠനാവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷനായി ആരും കരുതരുത്. ഇനി നമുക്ക് എന്താണ് നാൽക്കോയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് നാൽക്കോ. ഒന്ന്, വാല്യുവേഷൻ കംഫർട്ട്. ഹിസ്റ്റോറിക്കൽ PE-യേക്കാളും ഈ സെക്ടറിലെ മറ്റ് കമ്പനികളെക്കാളും കുറഞ്ഞ PE-യിലാണ് നാൽക്കോ. ശക്തമായ സാമ്പത്തിക അടിത്തറ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ കുറവാണ്. ക്യാഷ് ഫ്ലോ വളരെ മികച്ചതാണ്. ഡിവിഡൻഡ് ഈൽഡ് 5% വളരെ അട്രാക്റ്റീവാണ്. 3, ഇൻ്റഗ്രേറ്റഡ് ഓപ്പറേറ്റിംഗ്. സ്വന്തമായിട്ട് ബോക്സൈറ്റ് മൈനുകളും റിഫൈനറികളും സ്മെൽറ്റിംഗ് യൂണിറ്റുകളും ഉള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സെയിൽസ് ഡൈവേഴ്സിഫിക്കേഷൻ. എക്സ്പോർട്ട് ആകെ സെയിൽസിൻ്റെ 33%, പക്ഷേ ഇത് അനേക രാജ്യങ്ങളിലേക്കാണ്. US എക്സ്പോർട്ട് വലിയ തോതിലില്ല. ഡിമാൻഡ് ഗ്രോത്ത്. റിന്യൂവബിൾ എനർജിയിലും ഇലക്ട്രിക് വെഹിക്കിളിലും ഉണ്ടായ വർധനവ് അലുമിനിയത്തിന് ഡിമാൻഡ് കൂട്ടുന്നു. കൂടാതെ റെയിൽവേ, പവർ, കൺസ്ട്രക്ഷൻ മേഖലകളിലും അലുമിനിയത്തിന് ആവശ്യക്കാരേറെയാണ്. ഗവൺമെൻറ് ബാക്കിംഗ്. ഒരു നവരത്ന PSU കമ്പനി എന്ന നിലയിൽ ഗവൺമെൻറ് നാൽക്കോയെ പ്രൊമോട്ട് ചെയ്യുന്നു. OPM പ്രഷർ. ഫിനാൻഷ്യൽ 2022-23 ഒരു പരിധിവരെ 23-24
ഇൻപുട്ട് കോസ്റ്റിലുണ്ടായ വർധനവ് നാൽക്കോയുടെ OPM കുറച്ചു. എന്നാൽ 24-25 മുതൽ കമ്പനിയുടെ OPM വളരെ ശക്തമാണ്. അലുമിനിയം പ്രൈസും ഗ്ലോബൽ മാർക്കറ്റിൽ ഉയർന്നു നിൽക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര മാർക്കറ്റിലെ അലുമിനിയം പ്രൈസ് ആണ് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകം. 2. ഇൻപുട്ട് പവർ കോസ്റ്റും പ്രധാനമായും കൽക്കരി പ്രോഫിറ്റിനെ ബാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.